ഇവിടെ നമ്മൾ മറ്റുള്ള സഖാക്കളെ കുറ്റം പറയാനോ മറ്റുള്ളതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജീവിക്കണം. സാധാരണ രീതിയിൽ റോഡ് വരുന്നത് എല്ലാ പേർക്കും നമുക്കും ഉപകാരമാണ്. പക്ഷെ അത് ഒരു മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ട് ആവരുത്. നമ്മൾ ഇന്നിപ്പോ ഇത് കല്ലും തോടുത്ത് വെച്ച് കെട്ടി വയ്ക്കുമ്പോൾ നാളെ രാത്രി വന്ന് വീണ്ടും ഇടിച്ചു വിടൂലെന്ന് നമുക്ക് പറയാൻ വയ്യ. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ വീടും ഇദ്ദേഹത്തിന്റെ ചികിത്സയൊക്കെ നോക്കുന്നത്. അത് രാത്രി വന്ന് ഇടിച്ചിട്ടാന്ന് പറഞ്ഞാൽ തെണ്ടി ചെയ്യാനും ചെറ്റതരായിപ്പോയി. നമസ്കാരം. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചേട്ടൻ, ചേട്ടൻ പേരെന്താ ചേട്ടാ? പ്രശോഭൻ. ഈ ചേട്ടൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ ഒരു കടയാണ് ഈ കാണുന്നത്. ഏകദേശം 62 വർഷത്തോളം പഴക്കമുള്ള കടയാണ്. ഈ വഴിയെ ചൊല്ലിയുള്ള തർക്കം ഒരുപാട് കാലമായി നടക്കുന്നു. 2021 ഇതിൻ്റെ ഇഞ്ചക്ഷൻ, ഈ കടയൊന്നും ചെയ്യുന്ന ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഈ കട ഇപ്പോൾ ഇടിച്ചു. ഇന്നലെ രാത്രി ആരോ സാമൂഹ്യ ദ്രോഹികളൊന്നും ഈ കട ഇടിച്ചു. എനിക്ക് പറയാനുള്ളതൊന്നും വേറൊന്നുമല്ല, ഇത് ഒരു സഖാവിൻ്റെ കടയാണ്. ഞാനിപ്പോൾ തൊട്ടത് കാണിക്കുന്നത് അതും സഖാവിൻ്റെ കടയാണ്. അത് കാലഹരണപ്പെട്ട സഖാവിൻ്റെ കടയാണ്. ഒരുപാട് കാലം 10 വർഷത്തോളം മെമ്പറായ സഖാവിൻ്റെ കടയാണ്. ഇത് തുർക്കിയ സഖാവിൻ്റെ കടയാണ്. ഈ കെട്ടിടത്തിൽ കൈവയ്ക്കാൻ പൊള്ളും. അതുകൊണ്ട് പാവപ്പെട്ട നെഞ്ചത്ത് കയറാം. ഇത് നോക്കി അദ്ദേഹത്തിന് 2 ബൈപ്പാസ് കഴിഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ആകെ ഉപജീവന മാർഗമാണിത്. അതാണ് ഈ പരുവത്തിൽ ഇടിച്ചിട്ടേക്കുന്നത്. ഇത് എന്ത് അധികാരം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ കാണിക്കാൻ പറ്റും? അത് മാത്രമല്ല മതിലുണ്ടോ? ആ മതിലും ഇടിച്ചു. അധികാരം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും പാലിക്കാതെ സ്വയം പോലീസായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. 2 പേരും സഖാക്കന്മാരാണ്. 2 പേരും ഭരണ പാർട്ടിയുടെ ആൾക്കാരാണ്. കാലഹരണപ്പെട്ട സഖാവിന് പാർട്ടിയുടെ വിലയാണ്. അത് നമ്മൾ അച്യുതാനന്ദ കേസിലേക്ക് കണ്ടതാണ്. എന്നാൽ ഇതാണ് അവസ്ഥ. ഈ ഒരു ബിൽഡിംഗ് തൊടാൻ അവരൊന്നും ഞെട്ടും. ഇതിൽ തൊടാം ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം വയസ്സായ സഖാവല്ലേ. ഇതിപ്പോൾ ആരാ ചെയ്ത്? ഇത് വ്യക്തമായിട്ട് പറയാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവർ ആദ്യമായിട്ട് ഇവിടുത്തെ നമ്മളുടെ സഖാക്കളും മറ്റേ മെമ്പറും മറ്റുള്ളതൊക്കെയാണ് ഇതിന് നിന്നത്. ഒരു അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് സഖാവ് ആൻസറോട്ടാണ് അവർ ഇടപെട്ടാണ്. അത് അച്ഛനുമായിട്ട് പ്രവർത്തിച്ച ഒരു ഇതും അച്ഛൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് ഇവിടെ കമ്മിറ്റി കൂടിയിട്ടുണ്ട്. AKG വരെ ഇവിടെ വന്നിട്ടുള്ള ഒരു കടയാണ്. ഈ കടയാണ് പൊളിച്ചിട്ട് അവർക്ക് വഴി വേണമെന്ന് വേണ്ട ആവശ്യമാണ്. ഒരു പാർട്ടിക്ക് ഇത്രയും ഇത് വന്നവർക്ക് പോലും നമ്മുടെ അടുത്ത് ഒരു ഇതും കാണിക്കാതെ ഇത് കാണിക്കാതെ അവർ കാണിച്ചിട്ടില്ല. കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പോലുമുള്ള ഇത് കിട്ടിയിട്ടില്ല. അച്ഛൻ ജയിലിൽ പോകും, അത് ചെയ്യും, ഇത് ചെയ്യും. നമ്മൾ രണ്ടുപേരുമാണ് ഈ കടയിൽ. സഖാവ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിനകത്ത് കമ്മിറ്റി ഇതെല്ലാം കമ്മിറ്റി കൂടിയത് ഇവിടെ വന്നിട്ടുള്ള ഒരു കടയാണ്. ഇവിടെയാണ് അച്ഛൻ ഈ ഭാഗത്താണ് ആളുകളെ ശേഖരിച്ചിട്ട് കയർ തൊഴിലാളികളെ ഒരു ഭയങ്കര യാതാണ് ഇതുവരെയ്ക്കും. പഴയ പണ്ടത്തെ ഒരുപാട് ആൾക്കാർക്ക് സഹായമായിരുന്നല്ലോ പറയണം. ഇവിടെ നമ്മൾ മറ്റുള്ള സഖാക്കളെ കുറ്റം പറയാനോ മറ്റുള്ളതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജീവിക്കണം. നമ്മൾ ജീവിക്കുന്ന സംബന്ധിച്ച് ഒരു വരുമാന മാർഗ്ഗമില്ല. ഞാൻ സുഖമില്ലാതെ വന്നതാണ്. ഗൾഫിലായിരുന്നു. ഹാർട്ടിന് പ്രശ്നമായിട്ട് 3 സെൻറ്റിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വഴി കൊടുക്കുന്നതിൽ ഇന്ന് നമുക്ക് തർക്കമില്ല. അത് അപ്പുറത്ത് ഒരു കടയുണ്ട്. ആ കട വാങ്ങിച്ചു തരാനായിട്ട് ഞാൻ 2.5 ലക്ഷം രൂപ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാലൊക്കെ പോലും ഇവിടുത്തെ ഒരു 2-3 വീട്ടുകാർക്ക് വേണ്ടി മാത്രം അവർ ഒഴിഞ്ഞു മാറുകയാണ്. അവരെ നിന്ന് പൈസ വാങ്ങിച്ചോ എന്നോ അതൊന്നും നമുക്കറിയാൻ വയ്യ. എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അത് ആ കട തരികയാണെങ്കിൽ ഞാൻ ഈ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴ് ഈ അടുത്ത കാലത്ത് അതിനുള്ള ഇതൊക്കെ വന്നതാണ്. പിന്നെ അവരങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം ചെല്ലും. 2.5 വർഷമായി. ഇപ്പം 3 വർഷത്തെ കേസ് കൊടുത്തു. ഇപ്പം കൊടുത്തിട്ടാണ് വന്നത്. പോലീസ് പറഞ്ഞാൽ 2 ദിവസത്തിനകം ഇന്ന് വന്ന് വൈകുന്നേരം അവിടെ ആളില്ല, വൈകുന്നേരം വന്ന് അന്വേഷിക്കാമെന്ന്. അപ്പോൾ അന്വേഷിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ എപ്പോഴാണ് അന്വേഷിക്കണതെന്നൊന്നും അറിയാൻ പറ്റില്ല. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരെ ഇത് ആരാണ് ചെയ്തത് അങ്ങനെയല്ല. അവര് ഇത് ഒരു കടയല്ലേ, ഒരു ജീവിതമാർഗമല്ലേ. എൻ്റെ ജീവിതമാർഗം തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ലേ അവർ കാണിച്ചത്. ചേട്ടനെ കഴിഞ്ഞ മാസം ആരും അടിക്കാൻ പിടിച്ചു.
കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അതൊരു CPI അല്ല, CPM ഒന്നല്ല. ഇവിടെ ഉള്ള ഒരു പയ്യൻ. ആ പയ്യൻ ഇവിടെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കി. ഞാൻ ഇതിനകത്തും വെള്ളം കയറും മഴ പെയ്ത. നമ്മൾ ഇത്രയും ഉയരത്തിലായിരുന്നു. ഇപ്പം നമ്മൾ അത് താന്ന് പോയതുമാണ്. അപ്പോഴത്തേക്ക് അതിൽ വെള്ളം കയറുന്നുണ്ട്. അങ്ങനെ ഞാൻ സിമെൻ്റ് ഇട്ട് അവിടെ അകത്ത് സിമെൻ്റ് ഇട്ടപ്പോഴത്തേക്ക് അവിടെ ഒരു പയ്യൻ ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛനെയും ഒക്കെ വിളിച്ച് ഭയങ്കര പ്രശ്നമാക്കി. രാത്രി ഇത് ഇടാൻ സമ്മതിക്കില്ല എന്ന് വേണ്ടി ഉടക്കം ഉണ്ടാക്കിയിട്ടാണ് പോയത്. അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ അകത്ത്. അപ്പം അവർ പോയി പഞ്ചായത്ത് ഓഫീസിൽ പോയി പരാതി കൊടുത്ത് ഇവിടെ നമ്മൾ എന്തര ചെയ്യുന്നെന്ന്. അവർ വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളെ കടയിലകത്ത് എന്ത് ചെയ്യുന്നതിന് നമ്മളെന്തര ചെയ്യാനൊന്നും വേണ്ട. അവർ പോയി. ഒരു 7-8 പേരുണ്ടായിരുന്നവർ. ഏതായാലും വളരെ വിചിത്രമായ സംഭവമായി തോന്നുന്നു. കാരണം കഷ്ടമാണ്. ഒരാൾ രണ്ട് ബൈപ്പാസും കഴിഞ്ഞ് ആകെ ഇവിടുന്ന് കിട്ടുന്ന ഇത് കട. ഞാൻ ഒരു പ്രവാസിയാണ്. ഒരു കൊച്ചു മകനുണ്ടാവും, വികലാംഗനാണ്. അപ്പൊ അങ്ങനെ ഒരു കൊച്ചിന് വേണ്ടിയുള്ള ഒരു ആശ്രയമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ അവന് ജീവിക്കണമല്ലോ. ഇവരിങ്ങനെ പാർട്ടി വിരുദ്ധരുമെന്നും കുറെ ഗുണ്ടാ സംഘങ്ങളും ഒന്നും ഇങ്ങനെ പ്രവർത്തിച്ചാൽ നടക്കൂല കാര്യം. അല്ല, എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. കാരണം വെച്ചാൽ ഒരാളാ ജീവിത മാർഗമാണ്. ന്യായമായിട്ട് നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നല്ലോ, കൊടുക്കൂല എന്ന് ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ന്യായമായ രീതിയിൽ കൊടുക്കാം. സാധാരണ രീതിയിൽ റോഡ് വരുന്നത് എല്ലാ പേർക്കും നമുക്കും ഉപകാരമാണ്. പക്ഷെ അത് ഒരു മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ട് ആവരുത്, ഒരിക്കലും ആവരുത്. ഒരു റോഡ് വെട്ടെന്ന് വെച്ചാൽ ഇരുവശത്തുനിന്ന് എടുക്കണം. ഞങ്ങളും ഒക്കെ റോഡിൻ്റെ സൈഡിനൊക്കെ താമസിക്കുന്നത്. ഞങ്ങൾ ഇരുവശത്തുനിന്ന് റോഡിൽ ആൾക്കാർ വിട്ടുകൊടുത്ത് തന്നെയാണ് റോഡ് ഇടുന്നത്. അല്ലാതെ റോഡ് സ്വന്തമായിട്ട് പൊട്ടിമുളച്ച് വരുന്നതല്ല. ഇരുവശത്തുമുള്ള ജനങ്ങൾ വിചാരിച്ചാലേ ആ റോഡ്. നമുക്കിപ്പോൾ റോഡ് ഇപ്പോൾ ഇവർ വരുന്നതിലൊന്നും തടസ്സമൊന്നുമില്ല. നമ്മൾ പറയാനുള്ളതെന്ന് പറയാൻ തയ്യാറാണ്. ഇവർ പൈസ അപ്പുറത്ത് നമുക്ക് ആ ഇത് വാങ്ങിച്ചു തരണേ, നമ്മൾ അങ്ങോട്ട് മാറും. അവർക്ക് വിളിച്ചിട്ട് ആ കട അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഈ കട വിട്ട് ആ കടയിലോട്ട് മാറും. അപ്പൊ ഈ കട ഒഴിവായി കൊടുക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കട ആരെങ്കിലും റെഡിയായി കൊടുക്കുക. നമ്മളും കൂടെ കൊടുക്കാന്ന് പറയല്ല, അവര് ഒറ്റയ്ക്ക് നമുക്ക് ആ കട ഷെയർ ചേർന്ന് വാങ്ങിക്കട്ടെ. നമ്മളും കൂടെ കയ്യിൽ വിട്ടത് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പൊ അതിന് ഒത്തുതീർപ്പിൽ വന്നതാണ്. പിന്നെയും ഇതങ്ങ് തണുത്തങ്ങ് പോകും. അത് വീണ്ടും ഇത് കണക്ക് അവർ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇതാണ് ചെയ്യുന്നത്. നമുക്ക് ജീവിക്കണം. വെച്ചോളാൻ പറഞ്ഞു, സ്റ്റേഷനിൽ നിങ്ങൾ കെട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്നിപ്പോ ഇത് കല്ലും ഇതെടുത്ത് വെച്ച് കെട്ടി വയ്ക്കുമ്പോൾ നാളെ രാത്രി വന്ന് വീണ്ടും ഇത് ഇടിച്ചു വിടൂലെന്ന് നമുക്ക് പറയാൻ വയ്യ. അതാണ് സ്ഥിതി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവരെ അടുത്ത് കിടക്കുന്ന മതിലാണ് ഇടിച്ചു. ഏതായാലും വളരെ സങ്കടകരമായി പോയി. കാരണം ഒരു 2 ബൈപ്പാസ് കഴിഞ്ഞ മനുഷ്യനാണ്, വികലാംഗനായ കുട്ടിയുണ്ട്. ഈ കത്ത് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒരു കുഞ്ഞു കടയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ വീടും ഇദ്ദേഹത്തിൻ്റെ ചികിത്സയൊക്കെ നോക്കുന്നത്. അത് രാത്രി വന്ന് ഇടിച്ചിട്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനും ചെറ്റതരായി പോയി. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഇസ്മായിലിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സീത് മാർ സൈനിങ് ഓഫ്.